വെൽക്കം ബാക്ക് ടു ചാനൽ കൊമേഴ്സ് ഈസി നോട്ട്സ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെം MCOM സബ്ജക്റ്റായ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ബ്രീഫായിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് നോക്കാം. ഫസ്റ്റ് തന്നെ മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് വിത്ത് എയിം ഓഫ് ഗെറ്റിംഗ് റിട്ടേൺ ഓൺ ഇറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം നമുക്ക് റിവാർഡ് റിട്ടേൺ ആയിട്ട് കിട്ടും എന്നത് തന്നെയാണ്. സെക്കൻഡ് വൺ, ദ യൂസ് ഓഫ് മണി ഇൻ ദ ഹോപ്പ് ഓഫ് മേക്കിംഗ് മണി. നമ്മുടെ കയ്യിലുള്ള ഫണ്ട് യൂസ് ചെയ്ത് മണി മേക്ക് ചെയ്യുക, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നെക്സ്റ്റ് ഒരു മീനിങ്. തേർഡ് വൺ, ഇറ്റ് ഈസ് എ പ്ലാൻ ഡിസിഷൻ ടു പുട്ട് മണി ഇൻ ഫിനാൻഷ്യൽ അസറ്റ്സ് വിത്ത് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിൽ നമുക്ക് പ്ലാൻ ചെയ്യാം നമ്മൾ ഏത് ഫിനാൻഷ്യൽ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി എന്താണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്? റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് മീൻസ് വെൻ റിസ്ക് ഇൻക്രീസസ് ദ റിട്ടേൺ ഓൾസോ ഇൻക്രീസസ്, വെൻ ദ റിസ്ക് ഡിക്രീസസ് ദ റിട്ടേൺ ഡിക്രീസസ്. ദിസ് ഈസ് ദ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എന്ന് പറയുന്ന ടേം ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെഫിനേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അക്കോർഡിംഗ് ടു ഷാർപ്പ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് സാക്രിഫൈസ് ഓഫ് സർട്ടൻ പ്രസൻറ്റ് വാല്യൂ ഫോർ സം അൺസർട്ടൻ ഫ്യൂച്ചർ വാല്യൂ. നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു വാല്യൂവിൻ്റെ ഫ്യൂച്ചറിൽ കിട്ടുന്ന എമൗണ്ട്, അതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ആലോചിച്ച് എഴുതാവുന്ന ഒരു കാര്യം തന്നെയാണ്. സ്പെസിഫിക് ആയിട്ട് ഇന്നതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് അങ്ങനെയില്ല. എന്തിനൊക്കെയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇപ്പോൾ കോമൺ ആയിട്ടൊരു 5 പോയിൻറ്റ്സ് ഞാനിവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഇസ് സേഫ്റ്റി. സേഫ്റ്റി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവാണ്. കാരണം ഒരു ഇൻവെസ്റ്ററും സേഫ് അല്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഇപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരായിക്കോട്ടെ, അല്ലെങ്കിൽ റിട്ടേൺ എത്ര കിട്ടും എന്ന് നോക്കാൻ താല്പര്യമില്ലാത്തവരായിക്കോട്ടെ, ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് സേഫ് ആണോ എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ ആണ് ഗ്രോത്ത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ മാത്രമാണ് ഓരോ ഇൻവെസ്റ്ററും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തേർഡ് വൺ ആണ് ഇൻകം. എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അഡീഷണൽ ഇൻകം നമുക്ക്, അല്ലെങ്കിൽ ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം വേണം എന്നുള്ള ആൾക്കാരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ റെഗുലറായിട്ട് ഇൻകം തരുന്ന ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആയിരിക്കാം, കോർപ്പറേറ്റ് ബോണ്ട്സ് ആയിരിക്കാം, ഗവൺമെൻറ് ബോണ്ട്സ് ആയിരിക്കാം. അതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു റെഗുലർ റിട്ടേൺസ് അവർക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫോർത്ത് വൺ, ടാക്സ് എക്സംഷൻ. ഇനി ചില ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ മെയിൻ ഒരു ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ അവരുടെ ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ടാക്സ് ലയബിലിറ്റി മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ ഒരു കുറച്ച് എക്സംഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ടാക്സ് എക്സംഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ദ ലാസ്റ്റ് വൺ ഇസ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും ലിക്വിഡ് അല്ല. പക്ഷേ എപ്പോഴും ഒരു ഇൻവെസ്റ്റർ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് നമ്മൾ എപ്പോൾ ചെന്നാലും അത് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ലിക്വിഡിറ്റി. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കാം. ഒബ്ജക്റ്റീവ്സും ക്യാരക്ടറിസ്റ്റിക്സും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഫസ്റ്റ് പോയിന്റ് ആണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ സെയിം ആസ് ദ ഒബ്ജക്റ്റീവ് ഇൻകം. സെക്കൻഡ് വൺ ആണ് റിസ്ക്. റിസ്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. അതിൻ്റെ ബേസിസിലാണ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. തേർഡ് വൺ ലിക്വിഡിറ്റി ആൻഡ് ഫോർത്ത് വൺ ടാക്സ് കൺസിഡറേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.